ഹായ്, നമുക്ക് ഈ കമ്പി കൊണ്ടിട്ടേ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? എന്നാ ഇത് വേണ്ട, ഈ കമ്പി ഞാൻ പതിയെ മുകളിൽ കുറിപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ കഴിഞ്ഞിരിക്കുന്നതിനുള്ളതനുസരിച്ച് ഒരു മോൾ ഭാഗത്തും താഴോട്ട് നമുക്ക് വട്ടം വട്ടമായിട്ട് ചെറിയ വട്ടത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ കൈകൊണ്ട് തന്നെ വളച്ചെടുക്കാനേ ഉള്ളൂ. കൈകൊണ്ട് തന്നെ നമുക്ക് വളച്ച് താഴോട്ട് പോകുന്നതും ആ വട്ടത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്കിത് ആദ്യം വളച്ചെടുക്കാം. ഓക്കെ, കമ്പി നമ്മളങ്ങനെ വളച്ചെടുത്തു. ഞാൻ 60 രൂപക്ക് തൂക്കിയാണ് ഈ കമ്പി മേടിച്ചത്. ഇത്രയും കൂടി കട്ടിയുള്ള കമ്പിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. കമ്പിയുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമാല, 2 സൈഡിലും പച്ചമാലകൾ ഇതുപോലെ ചുമ്മാ ചുറ്റി എടുത്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ വേറെ ഒട്ടിക്കുകയൊന്നും ചെയ്തില്ല, ചുമ്മാ ചുറ്റി എടുത്തേ ഉള്ളൂ. അങ്ങനെ പച്ചമാലകൾ 2 സൈഡിലും ചുറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഏകദേശം ഷേപ്പായി. ട്രീയിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോൾസെയിലിൽ നിന്ന് 250 രൂപയ്ക്ക് ഒരു ഡസൺ പച്ചമാലകളാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഇത് നമുക്ക് മുകളിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ചുറ്റി താഴോട്ട് വരാം. ഇതിങ്ങനെ ചുറ്റിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെവിടെയും പശയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചുമ്മാ അറ്റം മാത്രം കെട്ടിക്കൊടുത്തിട്ട് ബാക്കി ചുറ്റിയെടുക്കുവാണ്. ഈ ട്രീ മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കമ്പിയും ഈ പച്ചമാലകളും കൂടി മൊത്തം ഒരു 300 രൂപ താഴെ ആയുള്ളൂ. അപ്പോൾ ഇത് അലങ്കരിക്കാനായിട്ട് ഞാൻ കുറച്ച് മണികളും പിന്നെ കുറച്ച് ബോൾസും വാങ്ങിയായിരുന്നു. മണികൾ ഞാൻ ഓൾറെഡി ഇട്ടു. ഒരു പാക്കറ്റിന് 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണത്തിന് 150 രൂപയാണ് ആയത്. അങ്ങനെ ഒരു 4 സെറ്റ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതിനൊരു 600 രൂപയായി. അത് വെച്ചാണ് ഞാൻ അലങ്കരിച്ചത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ലൈറ്റും കൂടി ഇടണം. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ലൈറ്റ് ഞാൻ ഇട്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.